യാതൊരു അനീതിയും കിട്ടാത്ത ലോകത്ത് അള്ളാഹു നമ്മളെ വേർതിരിക്കുന്ന ദിവസം ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ പലരും പല ഭാഗത്തായിരിക്കുമെന്നർത്ഥം. നമ്മളാണ് ആലോചിക്കേണ്ടത്. അള്ളാഹുവിലുള്ള സൂക്ഷ്മത കുറയുന്നിടത്ത് നമ്മുടെ ജീവിതത്തിൽ അല്ലേ ചിലതൊക്കെ നമ്മൾ ത്യജിക്കുകയാണ്. ചില ആസ്വാദനങ്ങൾ, സുഖങ്ങൾ നമ്മൾ വേണ്ടാന്ന് നോക്കിയാണ്. കാരണം എന്താ? അത് കേവലം ഭാര്യയെ വഞ്ചിക്കലോ ഭർത്താവിനെ വഞ്ചിക്കലോ മാത്രമല്ല, അതെൻ്റെ റബ്ബിന് പൊരുത്തപ്പെടാത്തതാണ്. അത് തഖ്വക്കെതിരാണ്, സൂക്ഷ്മതക്കെതിരാണ്. ഞാനത് ഉപേക്ഷിച്ചേ മതിയാകൂ. അത് മദ്യമായാലും മദിരാക്ഷിയായാലും ഈ ദുനിയാവിൽ മനുഷ്യനെ അപകടപ്പെടുത്തുന്ന ഏത് ദുരന്തമായാലും ശരി, മാറി നിൽക്കുക എന്നതാണ്. അവിടെ നിസ്കരിച്ചവരെ തിരിച്ചറിയും. എങ്ങനെയാണ്? ഉർറൻ മുഅജ്ജലീൻ. ഹദീസുകളിൽ വന്നൊരു പദം നമുക്കറിയാം. കൈകാലുകൾ തിളങ്ങുന്നവരായി പരലോകത്ത് അള്ളാഹു നിസ്കരിച്ചവരെ കൊണ്ടുവരുന്ന അല്ലേ. നമ്മുടെ കൂട്ടത്തിൽ ഇപ്പം ശരീരത്തിൽ ഒരു വെള്ളപ്പാണ്ടുള്ള ഒരു സഹോദരനുണ്ട് എങ്കിൽ ആ സഹോദരനെ പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ലേ? കൈകാലുകൾ ഇല്ലാത്ത ആളെ തിരിച്ചറിയുന്നില്ലേ? തല നരച്ച ആളുണ്ടെങ്കിൽ അയാളെ തിരിച്ചറിയില്ലേ? ഉണ്ട്. പരലോകത്ത് നിസ്കരിക്കുന്നവരെ തിരിച്ചറിയ ഉർറൻ മുഅജ്ജലീൻ. വുളു എടുത്ത ആ ഭാഗങ്ങളിലൊക്കെ വെളിച്ചം. ഇപ്പം നമ്മൾ കൈയാണെങ്കിൽ മുട്ടുവരെ ഇങ്ങനെ തിളങ്ങിക്കും. ഈ വുളുവിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? എന്താണ് വുളുവിൻ്റെ അർത്ഥം? പ്രകാശം എന്നാണ്. നമ്മൾ വുളു എടുത്തോന്ന് ചോദിക്കുമ്പോൾ ശരിക്കും എന്തെടുത്തോന്നാണ് ചോദിക്കുന്നത്? പ്രകാശം എടുത്തോന്ന് ചോദിക്കുന്നത്. നിങ്ങൾ അറബിയിൽ വുളു ഒന്ന് അടിച്ചു നോക്കിയിട്ട് എന്താ അതിൻ്റെ മീനിങ് എന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം നമ്മളൊക്കെ സാധാരണ അങ്ങനെ പറയാം, മോനെ വുളു എടുത്താ, എന്താ നീ വുളു എടുത്താ, എന്നാ വാ കാമത്തോടുക്ക നിസ്കരിക്കാം. വുളു എന്ന് പറഞ്ഞാൽ പ്രകാശമാണെന്ന്. പരലോകത്ത് നമസ്കരിച്ച ആളുകളെ ആ പ്രകാശം അവിടെ കാണാൻ സാധിക്കും. നമുക്കറിയാലോ, ഇതിൽ ഒരു നേരത്തെ നിസ്കരിക്കുന്ന നിസ്കാരത്തെക്കുറിച്ചല്ലല്ലോ ഈ പറയും. അല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം സമയബന്ധിതമായി അല്ലേ. ചില ആളുകൾ പറയുന്നുണ്ടല്ലോ അലസതയെന്ന് പറയും. കൃത്യമായി നമസ്കരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അലസത ഉണ്ടാവും. നിങ്ങൾ അടിവരായിട്ട് മനസ്സിലാക്കിയോ? അതിന് ഞാനൊരു പദം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? കൃത്യമായി എന്ന്. നമ്മുടെ സൗകര്യത്തിനായിട്ട് നമസ്കരിക്കണം. അതിന് കൃത്യമായി എന്നൊന്നും അർത്ഥമല്ല. കൃത്യമായി നമസ്കരിക്കാൻ അള്ളാഹു ശർഈയായി നിങ്ങൾക്ക് സൗകര്യമൊരുക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിസ്കരിക്കുകയും ഒതുടുക്കുകയും ചെയ്തവരെ പരലോകത്ത് തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ്. സ്വന്തം ആദർശത്തിനും വിശ്വാസത്തിനും വേണ്ടി രക്തസാക്ഷികളായ ആളുകൾ അല്ലേ. രക്തസാക്ഷികളെ എങ്ങനെയാണ് നമ്മൾ ഖബറടക്കണേ? കുളിപ്പിക്കവരെ ഇല്ല. ഗസയിൽ ഫലസ്തീനിലൊക്കെ ശുഹദാക്കളായി തീരുന്ന ആളുകൾ അടക്കമുള്ള ആളുകളെ കുറിച്ച് അതിൽ ഉഹദീങ്ങളുണ്ട്, ബദരീങ്ങളുണ്ട്, ഔലിയാക്കളുണ്ട്. ഉഹദിലും ഖന്തക്കിലും ഖൈബറിലുമൊക്കെ ഷഹീദായ ശുഹദാക്കളുണ്ട്. ഈ ദീനുൽ ഇസ്ലാമിന് വേണ്ടി വിശ്വാസത്തിൽ സംരക്ഷിക്കാൻ വേണ്ടി പോരാടിയ മുഴുവൻ രക്തസാക്ഷികളും അന്നവിടെ